അസ്സലാമലൈക്കും. സുബസാറാണ്. മക്കളെല്ലാവരും റെഡിയായോ? പഠിക്കാൻ വേണ്ടി റെഡിയായോ? ഒരുങ്ങിയോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ തരാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ പഠിക്കുന്നത് +2 ആണ്. ഇനി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ സ്കൂൾ വിദ്യാഭ്യാസത്തോട് വിട പറയുകയാണ്, തീരുകയാണ്. ഇനിയുള്ള ഓരോ ദിവസങ്ങളും നിങ്ങൾക്ക് വിലപ്പെട്ടതാണ്. നിങ്ങൾ പഠിക്കുന്ന കോഴ്സിന്റെ ഇമ്പോർട്ടൻസ് അറിയണം. ഇത് കഴിഞ്ഞിട്ട് പോകേണ്ട കോഴ്സുകളെ കുറിച്ചും തിരിച്ചറിയണം. നിങ്ങളിപ്പോൾ പഠിക്കുന്ന ഈ കോഴ്സ് പല കാര്യങ്ങൾക്കും ഇത് കഴിഞ്ഞിട്ട് പോകുന്ന കോഴ്സുകൾക്ക് ഇതിനെ ബേസ് ചെയ്താണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം കൊണ്ട് നമുക്കൊരു നല്ലൊരു ജോലി കിട്ടില്ല. നമ്മൾ പഠിക്കുന്ന കോഴ്സ്, അതേപോലെ നമ്മുടെ കോളേജ്, ഇതെല്ലാം റിലേറ്റ് ചെയ്താണ് നമുക്കത് അതും കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് നിങ്ങളെ തേടി ഒരു ജോബ് കാത്തിരിപ്പുണ്ട്, നിങ്ങൾ ജോലി കാത്തിരിപ്പുണ്ട്, നിങ്ങളെ ഇങ്ങനെ വാടാ ഇങ്ങോട്ട് വരാൻ. അത് നിങ്ങളെ തേടി കണ്ടുപിടിക്കുന്നതും നിങ്ങളെ തേടി വരുന്നതും രണ്ടും രണ്ടാണ്. നമ്മൾ ഈ പ്ലേസ്മെന്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അത് നമ്മളെ തേടി വരുന്നതാണ് അല്ലേ. പ്ലേസ്മെന്റ് കിട്ടാതെ വന്നാൽ നമ്മൾ തേടി ഇറങ്ങണം, അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഇനിയും പഠിക്കാൻ പോകുന്ന കോഴ്സിൽ കൂടെ പ്ലേസ്മെന്റ് ഉള്ള കോളേജും പ്ലേസ്മെന്റ് ഒക്കെ ഉള്ള കോഴ്സും ഒക്കെ തിരഞ്ഞെടുക്കണമെങ്കിൽ ഇപ്പോൾ നന്നായിട്ട് ഇറങ്ങണം. ഓക്കെ, മീൻസ് നന്നായിട്ട് പഠിച്ചിറങ്ങിയെങ്കിൽ മാത്രമേ ഇതൊക്കെ സാധ്യമാവുള്ളൂ. നമുക്കിനി ഇത് കഴിഞ്ഞിട്ട് പഠിക്കേണ്ട കോഴ്സുകളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള കോഴ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത്, നിങ്ങൾക്ക് പറ്റിയ സ്യൂട്ടബിൾ ഏതാന്നൊക്കെയുള്ളത് ഈ ചാനലിൽ കൂടെ വരും. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആഫ്റ്റർ +2 എല്ലാം ഇവിടെ വരും. എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വരും. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് തന്നെ എല്ലാവർക്കും +2വിന്റെ എക്സാമിന് നന്നായിട്ട് പഠിക്കാനുള്ള മനസ്സും അതേപോലെ നന്നായിട്ടുള്ള മാർക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ഫുൾ മാർക്ക് തന്നെ അങ്ങോട്ട് ആയിക്കോട്ടെ അല്ലേ. ഓക്കെ, എല്ലാവർക്കും അത് കിട്ടട്ടെ. നല്ലപോലെ പഠിക്കണം കേട്ടോ, അല്ലാതെ കിട്ടില്ല. അപ്പൊ എന്തായാലും നല്ലപോലെ പഠിക്കും അല്ലേ ഇനിയുള്ള ദിവസങ്ങൾ. ഞാനിപ്പോ ഈ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാളെ തൊട്ട് 14-ാം തീയതി തൊട്ടുള്ള കൃത്യമായിട്ടുള്ള ഡേറ്റ് തുടങ്ങി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മാസം ഫെബ്രുവരി 14-ാം തീയതി തുടങ്ങി അടുത്ത മാസം 26-ാം തീയതി വരെയുള്ള എല്ലാ ഡേറ്റുകളും എന്തൊക്കെയാണ് നിങ്ങളുടെ ഇവന്റ്സുകൾ എന്നുള്ള കൃത്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ വീഡിയോ എടുത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം ഡേറ്റുകൾ എല്ലാം കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ നോക്കിക്കേ, നാളെ തൊട്ടുള്ള ഡേ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ 14, 15, 16 നിങ്ങൾ ഫുൾ ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങളാണ്. 17-ാം തീയതി മൺഡേ തൊട്ട് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. ആ ആഴ്ച 21-ാം തീയതി എക്സാം കംപ്ലീറ്റ് ആവും. നിങ്ങൾ ഇവിടെ മോർണിംഗ് ഈവനിങ് ആയിട്ടാണ് നമ്മുടെ മീൻസ് രാവിലെയും ഉച്ചയ്ക്കുമായിട്ടാണ് എക്സാംസുകളെല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത്. എന്തായാലും ഈ പറയുന്ന അറേഞ്ച്മെന്റിലൊന്നും നമുക്ക് പഠിച്ചെടുത്ത് പാസ്സാവാൻ പാസ്സാവുന്നുള്ളതല്ല, നന്നായിട്ട് എഴുതാനൊന്നും പറ്റില്ലെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇതിനെ ഒരു വലിയ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇതിനോടങ്ങ് പോവാതെ, നിങ്ങൾക്ക് അടുത്ത മാസം 3-ാം തീയതി എക്സാം തുടങ്ങുന്നത് പബ്ലിക് എക്സാം ഇല്ലേ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. അവിടുന്ന് തുടങ്ങാൻ മീൻസ് അവിടെ നിന്നാണ് നമ്മുടെ സ്റ്റാർട്ടിങ് എക്സാമിന്റെ. അതിനുവേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുവേണ്ടി കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, നമുക്കിവിടെ ഈ 3 ദിവസങ്ങളിൽ നമുക്ക് പഠിക്കേണ്ടത്, ഇപ്പൊ നിങ്ങൾക്ക് പഠിച്ചൊക്കെ തുടങ്ങി കാണും, പലരും കുറെ റിവിഷൻസുകൾ കാണും. ഇപ്പൊ സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല. പിന്നെ ചിലർക്കും കാണും പ്രാക്ടിക്കലൊക്കെ ഉണ്ടാവും അല്ലേ. അതൊക്കെ നിങ്ങൾ ഓക്കെ. ജനറലായിട്ട് നമുക്ക് കുറെ ദിവസങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ കണ്ടോ, 22-ാം തീയതി മീൻസ് ഈ മാസം 22 തൊട്ട് അടുത്ത മാസം 2-ാം തീയതി വരെ നിങ്ങൾ ഫുൾ ഫ്രീ ആണ് കേട്ടോ. ഈ ദിവസങ്ങളിൽ നമുക്ക് അവിടെ ഏകദേശം ഒരു 10 ദിവസം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 10 ഡേയ്സ്. ഈ 10 ഡേയ്സ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യങ്ങളാണ്. കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ കാണുന്ന ഓരോരുത്തരും ഒരിക്കലും തോക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം കഴിഞ്ഞ വർഷം ഒത്തിരി കുട്ടികൾ തോറ്റുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഏകദേശം 80,000 അടുത്ത ആൾക്കാരാണ് കഴിഞ്ഞ വർഷം ഫെയിൽ ആയത്. പിന്നെ കുറച്ച് പേരൊക്കെ സേ എഴുതി പാസ്സായി. അവരുടെയൊക്കെ വിഷമം നമ്മൾ നേരിട്ട് കണ്ടുള്ളത് കൊണ്ടാണ് പറഞ്ഞത്. ഈ കാണുന്ന ഓരോരുത്തരും നിങ്ങളുടെ ഇനി മുന്നിൽ വരുന്ന ദിവസങ്ങളെ ഏറ്റവും നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്ത് ഒരു നല്ല സന്തോഷത്തോടുകൂടി വീട്ടുകാർക്കും നിങ്ങൾക്കും ആ രീതി കൂടെ വേണം നിങ്ങളുടെ ഓരോ ആക്ഷൻസും മീൻസ് വർക്കിങ്ങും. ഓക്കെ, നന്നായിട്ട് പഠിക്കണേ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു 3 ദിവസം കിടപ്പുണ്ട്. ഇവിടെ നമുക്ക് ഫിസിക്സും കമ്പ്യൂട്ടർ സയൻസും കൂടെയാണ്. പിന്നെ മാത്സും എക്കണോമിക്സ്, അവിടെ വേറെ അക്കൗണ്ടൻസി ഉണ്ട്, ബയോളജി ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, സെക്കൻഡ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മുടെ സയൻസ് സബ്ജക്ട് വരുമ്പോൾ ഫിസിക്സ് ഉണ്ട്, ഇവിടെ മാത്സ് ഉണ്ട്, പിന്നെ ബയോളജി വരുന്നുണ്ട്, ഇംഗ്ലീഷ് എല്ലാവർക്കും ഉണ്ട്, സെക്കൻഡ് ലാംഗ്വേജ് വരുന്നുണ്ട്, കെമിസ്ട്രി വരുന്നുണ്ട്. അപ്പൊ 1, 2, 3, 4, 5, 6 ഇതിന്റെ ഇടയ്ക്ക് കമ്പ്യൂട്ടർ സയൻസ് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് എന്തായാലും പഠിക്കുന്ന കാര്യം ഈ ദിവസങ്ങളിൽ നമുക്ക് ഇന്നത് പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല. അവരുടെ സബ്ജക്റ്റിനനുസരിച്ച് പഠിക്കാന്നുള്ളൂ. ഈ 3 ദിവസങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറയാം. നമുക്ക് ഇതിന്റെ ഇടയ്ക്കൊക്കെ ഗ്യാപ്പുകൾ വരുന്നുണ്ട്.
ഇനി ഗ്യാപ്പ് വരുന്നതിൽ ഏറ്റവും പ്രമുഖൻ മാത്സ് ആണ് കേട്ടോ. രണ്ടിവിടെ കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ ഏകദേശം നോക്കാം ഒരു 6 ദിവസം ഫുൾ ഉണ്ട് കേട്ടോ. 11-ാം തീയതി തൊട്ട് 16-ാം തീയതി വരെ ഫുൾ ഫ്രീ ആ. 10-ാം തീയതി തൊട്ട് രാത്രി തൊട്ട് ഫുൾ ഫ്രീ ആണ്. ഇവിടെ നിങ്ങൾക്ക് മാത്സിന് ഒരു 6 ദിവസം കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നത് കൊണ്ട് ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി മാത്സിന്റെ പഠിത്തം വേണമെങ്കിൽ കുറയ്ക്കാവുന്നേ പറഞ്ഞുള്ളൂ, പഠിക്കേണ്ടെന്നല്ല കേട്ടോ, കുറയ്ക്കാം. ഇവിടെ നോക്കാം. പിന്നെ ഫിസിക്സ് തന്നെ ഇവിടെ വരുന്നുണ്ട്, ഒറ്റ ദിവസമേ ഉള്ളൂ അവധി കേട്ടോ. 4th 4-ാം തീയതി മാത്രമേ അവധിയുള്ളൂ. ഇംഗ്ലീഷ് എല്ലാവരും എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ ദിവസത്തെ ഗ്യാപ്പാണ് ഫിസിക്സ്. അതുകൊണ്ട് നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഇപ്പോൾ ഫിസിക്സ് പഠിക്കുന്നത് ഏറെ നന്നായിരിക്കും. ഓക്കെ, കാരണം കെമിസ്ട്രിക്ക് പിന്നെ 2 ദിവസമുണ്ട്, 8-ാം തീയതിയും 9-ാം തീയതിയും അവധിയാണ്. 2 ദിവസമേ ഉള്ളൂ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിക്കാം. ഇവിടെ വരുമ്പോൾ കുറെ ദിവസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ഇവിടെ ഫിസിക്സും കെമിസ്ട്രിയും കൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക നന്നായിട്ട്. പിന്നെ എല്ലാവർക്കും ട്യൂഷനൊക്കെ കാണും, എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക് കാണും. സ്കൂളിൽ നിന്നുള്ള ക്ലാസ്സുകളെല്ലാം കംപ്ലീറ്റ് ആയി. ഇനി ട്യൂഷൻ ഉള്ളവർക്ക് ട്യൂഷന്റെ കണ്ടിന്യൂഷൻ കിട്ടുന്നുണ്ട്. ഞാൻ ട്യൂഷൻ എടുക്കുന്നതാണ്. അതുകൊണ്ട് അവർക്ക് അത് നല്ല പാരലായിട്ട് നല്ലതായിട്ട് പോകുന്നുണ്ട്. അത് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. മീൻസ് ട്യൂഷന് പോകുന്നതുകൊണ്ട് ലൈവായിട്ട് ഇപ്പോഴും എഴുതി പഠിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനം കിട്ടും. അപ്പോൾ ട്യൂഷൻ ഇല്ലാത്തവർ അതിന്റെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ക്ലാസ് കണ്ടൊക്കെ പഠിക്കണം കേട്ടോ. ഈ ദിവസങ്ങളിൽ നമുക്ക് കൂടുതലും ഫിസിക്സും നമുക്ക് കെമിസ്ട്രിയും വേണമെങ്കിൽ നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ഇപ്പോഴേ ഇംഗ്ലീഷ് ഒന്നും തൊടണ്ട, ഇംഗ്ലീഷിലെ കാര്യം ഞാൻ പറയാം. ഓക്കെ, ഇവിടെ നമുക്ക് അത് രണ്ടും പഠിക്കാം. മാത്സ് ഇവിടെ തൊട്ടില്ലേലും കുഴപ്പങ്ങളൊന്നും ഇല്ല. കാരണം ഇവിടെ വെച്ച് നിങ്ങൾക്ക് ഒരു പ്രിലിമിനറി ആയിട്ട് ഒരു 30-35% ഈ 2 സബ്ജക്റ്റിന്റെയും കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഈ ദിവസങ്ങൾ നമുക്കൊന്നും നോക്കാനില്ല, പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യാനില്ല, അതിന്റെ ടൈമിന് അങ്ങ് വിടുക. ഓക്കെ, 21-ാം തീയതി ഫ്രൈഡേ ആണ് നമ്മുടെ തീരുന്നത്. പിന്നെ 22-ാം തീയതി സാറ്റർഡേ തൊട്ട് അങ്ങ് തുടങ്ങുകയാണ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു ദിവസം കിട്ടുന്ന സമയം, അവിടെ തൊട്ടാണ് നിങ്ങളുടെ റിയൽ ടൈം തുടങ്ങുന്നത് പബ്ലിക് എക്സാമിന് വേണ്ടി. ഇവിടെ ആണെങ്കിൽ പോലും നമുക്കൊരു മോഡൽ എക്സാം ഉള്ളതിന്റെ ഒരു പേരിൽ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് ഇവിടെ തൊട്ടാണ് ഈ 10 days ആണ് നിങ്ങളുടെ ഏറ്റവും കീ. ഇവിടെ എന്തൊക്കെ ചെയ്യുന്നു, എത്ര സമയം നിങ്ങൾ വർക്ക് ചെയ്യുന്നു, എങ്ങനെ പഠിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഒന്നാമത് ദൂരെ എങ്ങും യാത്രകളോ കാര്യങ്ങളോ ഒന്നും പോകാൻ പാടില്ല. ഒരു ദിവസം കിട്ടുന്ന മാക്സിമം സമയം നിങ്ങൾ ഉപയോഗിച്ചിരിക്കണം. ഓക്കെ, ഇതിനിടയ്ക്ക് ട്യൂഷൻസ് ഒക്കെ ഉള്ളവർക്ക് രാവിലെയൊക്കെ മോർണിംഗ് പോയിട്ട് വരേണ്ടി വരും. എന്നാലും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട സമയം ജനറലായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സമയം ഓരോരുത്തർക്ക് പഠിക്കാൻ പറ്റുന്നോ അവരവർക്കറിയാം. എന്നാലും ഞാനൊരു കൃത്യമായിട്ടുള്ള സമയം പറയാം. ഓക്കെ, നമുക്ക് പറ്റുന്നത് മോർണിംഗ് സെഷൻ വീട്ടിലുള്ളവർക്കാണെങ്കിൽ നമുക്ക് രാവിലെ നമുക്ക് വീട്ടിലുണ്ട് എന്ന് വിചാരിക്കുക കേട്ടോ. എന്തായാലും ഒരു 5:30 ഏറ്റവും കുറഞ്ഞത് നിങ്ങളുടെ പഠിത്തം തുടങ്ങിയിരിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് രാവിലെ മോർണിംഗ്. ഇപ്പൊ ട്യൂഷൻ ഉള്ളവരാണെങ്കിൽ പോലും ഒരു 5:30 തുടങ്ങിയാൽ നിങ്ങൾക്ക് ഇപ്പൊ രാവിലെ 6:30 വരെ ഉറപ്പായിട്ടും പറ്റും. അല്ലാത്തവർക്ക് ഇച്ചിരി എക്സ്റ്റെൻഡ് ചെയ്ത് പഠിക്കാൻ പറ്റും കേട്ടോ. ഇവിടെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് അത് 5:30 എന്നുള്ളത് 5 ആക്കാം, ഒന്നും കുഴപ്പമില്ല. അപ്പൊ നിങ്ങളായിരിക്കും എന്തിനാ ഞാൻ വീട്ടിലുണ്ടല്ലോ എന്തിനാ മോർണിംഗ് എഴുന്നേക്കുന്നത്. ഈ മോർണിംഗ് എഴുതി തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി വലിയ ശല്യങ്ങളൊന്നും ഇല്ലാതെ വലിയ സൗണ്ടുകളൊന്നും ഇല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഏർപ്പെടാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് കുറെ പഠിച്ച് തീർക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സമയമുള്ളവർക്ക് ഇത്തിരി വേണം കിടന്നുറങ്ങാം. ഉറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അലാറം വെച്ചിട്ടേ കിടന്നുറങ്ങാവുള്ളൂ. ഒരു നിശ്ചിത സമയം മീൻസ് ഒരു റെഗുലർ ഇന്റർവെല്ലിൽ മാത്രമേ അതിന്റെ ഉറക്കമൊക്കെ ആകാവുള്ളൂ. ഒട്ടനെ നിങ്ങൾ എഴുന്നേക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് വരെയുള്ള സമയത്ത് നിങ്ങൾ ഇടയ്ക്ക് വേണമെങ്കിൽ കുറച്ചു നേരം കൂടെ ഇരുന്ന് പഠിക്കുകയും ചെയ്യാം. പിന്നെ ഈവനിങ് സെഷൻ ആണ് നിങ്ങൾ ഫുൾ ഫ്രീ ആവുന്നത് അല്ലേ. ട്യൂഷൻ ഉള്ളവർക്കാണെങ്കിൽ ഈവനിങ് മീൻസ് ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് നല്ല ഫ്രീ ആണ്. ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഒരു 3 മണി തൊട്ട് ഉറപ്പായിട്ടും പഠിക്കാം. ആ സമയത്ത് നിങ്ങൾക്ക് വലിയ ശല്യങ്ങളൊന്നുമില്ല. ഉറങ്ങരുത് കേട്ടോ, ഉറക്കം ഞാൻ പറഞ്ഞു കുറയ്ക്കണം. 3 മണി തൊട്ട് നിങ്ങൾക്ക് കുറച്ചു നേരം ഇപ്പൊ കളിക്കാൻ പോകുന്നവരൊക്കെ ആണെങ്കിൽ ഒരു 4:30 വരെയൊക്കെ സുഖമായിട്ട് പഠിക്കാം. അപ്പൊ ഇവിടെ മോർണിംഗ് സെഷനിൽ ഒരു 1.5 മണിക്കൂറായിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു 3 മണി തൊട്ട് 4:30 വരെ 1.5 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ടോട്ടൽ ഒരു 3 hours നമുക്ക് ഏറ്റവും കുറച്ചത് ഈ സമയം തന്നെ കിട്ടി. ഈ 4:30 തൊട്ട് എന്ന് പറയുമ്പോൾ പഠിക്കാൻ എല്ലാവർക്കും പറ്റണമെന്നില്ല. വെളിയിൽ നിന്ന് കറങ്ങുന്നവരുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആ സമയത്തൊക്കെ ഒന്ന് സോഷ്യൽ മീഡിയ ഒക്കെ നമുക്കൊന്ന് ഉപയോഗിച്ചേക്കണം. ഓക്കെ, ഉപയോഗിച്ചിട്ട് നിങ്ങളൊരു 6 മണിക്കുള്ളിൽ നിങ്ങൾ ഫ്രീ ആവണം. 6 മണിയാവുമ്പോൾ മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് എല്ലായിടത്തും ഒന്ന് ഇച്ചിരി എന്തെങ്കിലുമൊക്കെ ഒന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ല എനർജറ്റിക് ആയിട്ട് ഇങ്ങോട്ട് ഇറങ്ങണം. ഓക്കെ, നിങ്ങളുടെ റൂമിലോട്ട് കയറണം എന്ന് ഇറങ്ങാൻ വെള്ളിലോട്ട് ഇറങ്ങണം എന്നല്ല, റൂമിലോട്ട് കയറുക, നിങ്ങൾ അങ്ങോട്ട് പഠിക്കാൻ തുടങ്ങുക. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഈ 10 ദിവസങ്ങൾ. ഓക്കെ, ഈ 6 to ഒരു 7:30 ഞാൻ ഈ 1.5 hour ഞാൻ ഇപ്പൊ ഒരു പറയുന്നുള്ളൂ. കാരണം അതിൽ കൊള്ളുന്ന ആരും ഇരിക്കില്ല കേട്ടോ. അപ്പൊ അവിടെ 7:30 വരെ നിങ്ങൾക്ക് സുഖമായിട്ട് ഇന്ന് പഠിക്കാം. അവിടെ ഒരു 1.5 മണിക്കൂർ
ഈ 3 ടൈമിനോടായപ്പോൾ ഏകദേശം ഒരു 4.5 4.5 മണിക്കൂർ ആയിട്ടുണ്ട്. 4 മണിക്കൂറൊക്കെ നല്ല ടൈമാണ് കേട്ടോ. സമയമൊന്നും ആയില്ല, 7 ആയതേ ഉള്ളൂ കേട്ടോ. 7 കഴിഞ്ഞ് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിക്കാനുള്ളത് എന്തെങ്കിലും മൊബൈലൊക്കെ നോക്കുക. അന്നേരമൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇപ്പൊ സ്വിച്ച് ഓൺ ചെയ്യണം കേട്ടോ. സ്വിച്ച് ഓൺ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞ് വേണ്ടവർക്ക് മെസ്സേജ് അയക്കുക, വേണ്ടാത്തതൊക്കെ ഗ്രൂപ്പുകളൊക്കെ ഒഴിവാക്കി ഇടുക കേട്ടോ. എന്നിട്ട് നമുക്കൊരു 8:30 ആകുമ്പോൾ പിന്നെയും പഠിക്കാൻ കയറണം. അപ്പൊ നിങ്ങൾ ഇത്രയും നാളുമൊക്കെ ഈ ഉറങ്ങിക്കൊണ്ടിരുന്നത് 12 മണി 1 മണി ഒരിക്കലും ആവരുത്. ഓക്കെ, മാക്സിമം നമ്മൾ ഒരു ദിവസം കിടന്നുറങ്ങുമ്പോൾ ആ ദിവസം തന്നെ കിടന്നുറങ്ങാൻ ശ്രമിക്കുക. എന്ന് പറഞ്ഞാൽ രാത്രി 12 മണിക്ക് മുമ്പായിട്ട് ഉറങ്ങിയെങ്കിലല്ലേ ആ ദിവസം ഉറങ്ങിയെന്ന് പറയാൻ പറ്റുള്ളൂ. 12:30 1 മണി ആയി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം ഉറങ്ങുന്നതായിപ്പോ. ഒരിക്കലും അങ്ങനെ ഉണ്ടാവരുത്. 12 മണിക്ക് ഇവിടെ തീരണം. അപ്പം ഒരു 8:30 തൊട്ട് നിങ്ങൾക്ക് ഒരു 10 മണി വരെ ആയിക്കഴിഞ്ഞാൽ 10 മണി അവിടെ ഒരു 1.5 മണിക്കൂർ കിട്ടുന്നുള്ളൂ കേട്ടോ. 10 മണി ആയിക്കഴിഞ്ഞാൽ 1.5 മണിക്കൂർ കിട്ടും. അത് നിങ്ങൾക്കൊരു അപ്പോൾ ഏകദേശം ഒരു 6 മണിക്കൂർ ധാരാളം. ഈ 6 hours നിങ്ങളുടെ ഏറ്റവും കീ ടൈമാണ് കേട്ടോ. 6 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സമയമാണ്. ഒരാൾക്ക് ഫുൾ മാർക്ക് കിട്ടാൻ ഇതൊക്കെ മതി മക്കളെ ഇപ്പോഴത്തെ സമയത്ത് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കുറച്ചു നേരമൊക്കെ പഠിക്കണവർക്ക് പഠിക്കാം, ഇല്ലെങ്കിൽ കുറച്ചു നേരമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു 11 മണി 11:30 ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ കിടന്നുറങ്ങിയിരിക്കണം. ഓക്കെ, ഇതിൽ കൂടുതൽ പോകല്ലേ. 11 to 11:30 മാക്സിമം ആണ്. 11 തന്നെ കിടക്കാം, 11:30 വരെ എക്സ്റ്റെൻഡ് ചെയ്യാമെങ്കിൽ. കുറഞ്ഞുറങ്ങിയാൽ ഞാൻ ഈ പറഞ്ഞ 5 മണി 5:30 നിങ്ങൾക്ക് എഴുന്നേൽക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായില്ല. അല്ലാതെ 12 മണി 1 മണി 1:30 2 മണിക്ക് കിടന്നുറങ്ങിയിട്ട് പിന്നെ രാവിലെ 5 മണി നമുക്ക് റെഗുലാരിറ്റി കീപ്പ് ചെയ്തത്. നിങ്ങൾക്ക് 1-2 ദിവസം പറ്റിയേക്കും, പക്ഷെ അത് ക്ഷീണമാണ്. പക്ഷെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സമയം ഒരു മാസം നിങ്ങൾക്ക് നന്നായിട്ട് ഇതിനെ കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ടാണ് അപ്പൊ ഈ 10 ദിവസം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത്രയും സമയം പഠിക്കണം. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെ പഠിക്കണം എന്നൊക്കെ ഉള്ളതാ. അപ്പൊ ഇംഗ്ലീഷിനൊക്കെ നമ്മൾ ഇവിടെ ഇവിടെ വെച്ച് നമ്മുടെ സബ്ജക്ട് വേണ്ടതൊക്കെ 2 ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു മാത്സ് ഇപ്പോഴേ പഠിക്കണം. ഇവിടെ വെച്ച് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒന്ന് തുടങ്ങാം. ഇംഗ്ലീഷ് ഇത്തിരി പാടുണ്ടല്ലോ. ഇംഗ്ലീഷ് ആണെങ്കിൽ ഫസ്റ്റ് നമുക്ക് 22 തൊട്ട് ഇംഗ്ലീഷ് ഒരു 2 ദിവസത്തേക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ടതൊക്കെ 2 ദിവസത്തേക്ക് ചെയ്യണം. 22 23 ആ ഡേയിൽ ഇംഗ്ലീഷ് പഠിക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് പിന്നെയും നിങ്ങളുടെ പഠിക്കേണ്ട സബ്ജക്റ്റിലോട്ട് കയറാം. അവിടെ നിങ്ങൾക്ക് ഒരു മാത്സ് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. മാത്സ് ഓക്കെ. അപ്പൊ 22 23 ഈ 2 ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. പിന്നെ ഒരു 24 25 അവിടെ നിങ്ങൾക്ക് മാത്സിനെ ഉൾപ്പെടുത്താം കേട്ടോ. മാത്സിനെ ഉൾപ്പെടുത്തണം. പഠിക്കുന്നതിന് മാത്സ് ഉൾപ്പെടുത്തി വേണം പഠിച്ചു പോകാൻ. ഒത്തിരി പഠിക്കേണ്ട, നിങ്ങൾക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സുകളെല്ലാം ഒരു 3-4 എണ്ണം നിങ്ങൾക്ക് ഈ 2 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. സിമ്പിൾ അല്ലേ മോനെ? ഉറപ്പായിട്ടും പറ്റും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് 25-ാം തീയതി ആയുള്ളൂ. 26 27 28 ഒക്കെ പിന്നെ നിങ്ങൾക്ക് ഫിസിക്സ് ബയോളജി ആ സംഭവങ്ങളൊക്കെ ചേർത്ത് പഠിക്കാം. പിന്നെ 28-ാം തീയതി വരെ നിങ്ങൾക്ക് കുഴപ്പമില്ല, ആ മാസം കംപ്ലീറ്റ് ആവുകയാണ്. പിന്നെ നിങ്ങൾക്ക് 1ഉം 2ഉം ഒക്കെ ഉണ്ടല്ലോ. അവിടെ 1-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആരെ തുടങ്ങണം? ഇംഗ്ലീഷ് തുടങ്ങണം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ആ ഫിസിക്സിനെയൊക്കെ നമ്മൾ ഇവിടെ വെച്ച് പഠിച്ചിട്ടുണ്ടല്ലോ. നേരത്തെ ഇവിടെ പഠിച്ചിട്ടുണ്ട്, ഇവിടെ ആയിക്കൊണ്ട് ലാസ്റ്റിൽ ഇവിടെ വെച്ചൊരു കൺക്ലൂഷൻ പാർട്ടിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫിസിക്സിനെ നന്നായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, പിന്നെ ആ സമയത്തൊക്കെ കെമിസ്ട്രി ഞാൻ പറഞ്ഞു. കെമിസ്ട്രി ഇവിടെ സമയമുണ്ട്, 2 ദിവസമുണ്ട്. ആ 2 ദിവസം കൊണ്ട് കെമിസ്ട്രിക്ക് നിങ്ങൾക്ക് നല്ലതായിട്ട് പഠിക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ബയോളജിയും വരുന്നുണ്ട് കേട്ടോ. ബയോളജിയൊക്കെ നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും, എന്നാലും അതൊക്കെ നിങ്ങൾക്ക് കുഴപ്പമില്ല, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ജനറൽ ആയിട്ട് ഏറ്റവും കുറഞ്ഞത് 6 മണിക്കൂർ ഒരു ദിവസം പഠിച്ചിട്ടേ കിടന്നുറങ്ങാവുള്ളൂ. ഓക്കെ, 6 എന്നുള്ളത് 7 ആകാം, 8 വരെയൊക്കെ ആകാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പിന്നെ നമുക്കിവിടെ മാത്സ്. അപ്പൊ ഇവിടെ വെച്ച് മാത്സ് നമ്മളൊരു 3-4 എണ്ണം പഠിച്ച് തീർത്തുണ്ട്. തീർക്കാൻ പറ്റുന്നതിന് അതിന് മുമ്പേ തീർത്തേക്കുക. ഇവിടെ വെച്ച് പിന്നെ ഒന്നുകൂടെ റിവിഷൻ നടത്താൻ. അപ്പൊ നിങ്ങൾ ഇവിടെ വെച്ച് ഈസി ചാപ്റ്റേഴ്സ് എല്ലാം മാത്സ് ഈ 2 ദിവസം കൊണ്ട് തീർത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ നമുക്കൊരു 6 ദിവസം ഉണ്ടല്ലോ. ആ 6 ദിവസത്തിൽ ഒരു 2 ദിവസം കൊണ്ട് ബാക്കി ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സിനെ ഒന്ന് തീർക്കാം. മീൻസ് ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സിനെ ആദ്യം ഒന്ന് എടുക്കണേ, അവസാനമാക്കല്ലേ. കാരണം ഇവിടെ വെച്ച് നമ്മൾ ആദ്യമേ ഈ 2 ദിവസം കൊണ്ട് കുറെ ചാപ്റ്റേഴ്സ് തീർത്തായിരുന്നു. നമുക്ക് അതിൻ്റെയൊക്കെ പരിചയമുണ്ട്. ഒന്നുകിലാണ് അത് ഒന്നുകൂടെ തുടങ്ങിക്കൊണ്ട് ഉടനെ ടഫ് ചാപ്റ്റേഴ്സിനെ ഒരു 2 ദിവസം എടുത്തുകൊണ്ട് പിന്നെ ഓവറോൾ നമ്മുടെ ഒരു ഫുൾ പഠിക്കാനുള്ള രീതിയിൽ കൂടെ ബാക്കി പഠിക്കണം. അത് ഓർഡറിലായിരിക്കണം പഠിക്കേണ്ടത് കേട്ടോ. മാർക്ക് ഏത് ചാപ്റ്ററിനാണ് കൂടുതൽ ആ ഇമ്പോർട്ടൻസ് വെച്ചുകൊണ്ട് പഠിക്കണം. ലാസ്റ്റ് 1.5 ദിവസം നിങ്ങൾ പഠിക്കേണ്ടത് ഈ എക്സാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളിൽ നിന്ന് എക്സാമിന് വരുന്ന ടോപ്പിക്സുകൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അല്ലാതെ പഠിക്കുകയോ ചെയ്യരുത് കേട്ടോ. നിങ്ങൾ അങ്ങനെ ചുമ്മാതെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേസ്റ്റ് ആയി പോകും. എക്സാമിന് വരുന്ന ടോപ്പിക്സുകൾ കൃത്യമായിട്ട് ഇപ്പൊ ഇന്റഗ്രേഷൻ ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്നൊക്കെ അറിഞ്ഞ് വേണം പഠിക്കാൻ. ഇല്ലെങ്കിൽ നമ്മുടെ ടൈം വേസ്റ്റ്,
സമയം പഠിക്കുന്നതിന് വേണ്ടിയൊക്കെ ഉള്ളത് എല്ലാം ചുമ്മാതെ നമ്മുടെ തലയിലെ സ്പേസ് എല്ലാം പോകും. ഓക്കെ, അപ്പൊ അവിടെ വെച്ച് നമുക്ക് നന്നായിട്ട് പഠിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇവിടെ. പിന്നെ ഹിന്ദിയാണുള്ളത് 19-ാം തീയതി. പിന്നെ കമ്പ്യൂട്ടർ സയൻസ്, അതൊക്കെ പിന്നെ എല്ലാവർക്കും ഇല്ല, കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്കേ ഉള്ളൂ കേട്ടോ. ഈ രീതിയിൽ കൂടെ നിങ്ങൾക്ക് പോവുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. ഇതിന്റെ ഇടയ്ക്കിനെയും നമ്മുടെ ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട് മോനെ. ഇമ്പ്രൂവ്മെന്റിന്റെ പ്രത്യേകം ഞാനൊരു ടൈം ടേബിൾ ഇടാം. അത് ഇതിന്റെ ഒരു പകുതി അങ്ങോട്ടാകട്ടെ കേട്ടോ. ഇമ്പ്രൂവ്മെന്റിന് വേണ്ടി പഠിക്കേണ്ടത് ഇവിടെ നമുക്ക് കുറച്ച് ദിവസം കിട്ടും. ഇമ്പ്രൂവ്മെന്റ് ഈ വർഷത്തെ ഏറ്റവും ഒരു നിർണായക ശക്തിയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ അവനെ എങ്ങനെ നേരിടണം, അവനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് തരാം. ഓക്കെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ഞാൻ ഈ പറഞ്ഞ ഇത്രയും സമയം ഇപ്പോൾ ആകണമെന്നില്ല, ഇതിൽ കൂടുതലൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഞാൻ പിന്നെ ഒരു ഇത്രയെങ്കിലും ഉറപ്പായിട്ടും ഒരു കുട്ടി പഠിച്ചിരിക്കണം. അതിനുള്ള പഠിക്കാനുണ്ടല്ലോ. എഴുതി പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മറ്റൊരു പ്രോബ്ലം. നിങ്ങൾ എഴുതി പഠിക്കുന്നേയില്ല, എഴുതി പഠിക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷെ എഴുതി പഠിക്കാതെ എക്സാമിന് പോകാൻ പറ്റുമോ? കാരണം നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങൾ എഴുതി പഠിക്കുന്ന ഒരു എക്സാമാണ്, എഴുതുന്ന രീതി കൂടെ, അല്ലാതെ പറയുക എന്നുള്ളതല്ല. അതുകൊണ്ട് ഫിസിക്സ് പ്രത്യേകിച്ച്, മാത്സ് ഉറപ്പായിട്ടും. കെമിസ്ട്രി മാത്രം പിന്നെയും നിങ്ങൾക്ക് വേണം നോക്കി പഠിക്കാം. നോക്കി പഠിച്ചാൽ അത് എക്സാമിന് എഴുതുമ്പോൾ പലർക്കും മറന്നു പോകണം. ഇതിനിടയ്ക്ക് ബയോളജി ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നുണ്ട്, ഇംഗ്ലീഷ് ഒരു പ്രോബ്ലം. പിന്നെ ഇംഗ്ലീഷൊക്കെ നിങ്ങൾ വലിയൊരു പ്രോബ്ലം ആക്കി എടുക്കണ്ട. കാരണം അത് നമുക്കൊരു ഹയർ സ്റ്റഡീസിനൊന്നും വലിയൊരു കാര്യം, അത് വേണ്ടവർ മാത്രമേ ഉള്ളൂ, അല്ലാത്തവർക്കൊന്നും അതൊരു പ്രശ്നമില്ല. അതുകൊണ്ട് സയൻസ് സബ്ജക്റ്റുകളെ മാക്സിമം നന്നായിട്ട് പഠിക്കുക. എല്ലാവരും ഈ രീതിയിൽ കൂടെ സമയം, ഇവിടെയാണ് നമ്മുടെ സമയങ്ങളെല്ലാം ജനറലായിട്ട്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾ കിട്ടുന്ന സമയങ്ങൾക്കാണ് ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യണം കേട്ടോ. ഈ ഇടയ്ക്കുള്ള സമയങ്ങളൊക്കെ പറഞ്ഞാൽ 6 ആയിരിക്കില്ല, കൂടുതൽ സമയം യൂസ് ചെയ്യണം കേട്ടോ. അതെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞ് ഓർഡർ ആക്കി വേണം പഠിക്കാൻ. അല്ലാതെ ചുമ്മാതെ പഠിച്ചു കഴിഞ്ഞാലും നമ്മുടെ സമയം വേസ്റ്റ് ആണ്. എല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടതിനെല്ലാം പഴയ ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ അഡ്വൈസും എല്ലാം കൃത്യമായിട്ട് അറിഞ്ഞ് അറേഞ്ച് ചെയ്ത് വേണം. ഇതിനൊക്കെയുള്ള സമയമുണ്ട്, ഇവിടെ ഉണ്ട് കേട്ടോ. നിങ്ങളുടെ മെറ്റീരിയൽ എല്ലാം കളക്ട് ചെയ്യേണ്ട സമയമാണ്. ഇതിന്റെ ഇടയ്ക്ക് കയറി ലാസ്റ്റ് ആകുമ്പോൾ ആരും നിങ്ങളെ സഹായിക്കത്തില്ല, ഇതിന്റെ ഇടയ്ക്കൊന്നും സമയം കിട്ടത്തില്ല ആർക്കും. അതുകൊണ്ട് എല്ലാം ഇതിനുള്ളിൽ നിങ്ങൾക്ക് തീർത്തോണം കേട്ടല്ലോ. ഇല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വേണം തീർക്കാം, ഇല്ലെങ്കിൽ ഇവിടെ തീർക്കാം കേട്ടോ. വേണ്ട കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്യുക. അത് ഉറപ്പായിട്ട് എല്ലാ മെറ്റീരിയലും കളക്ട് ചെയ്ത് എൻ്റെ കയ്യിൽ പഠിക്കാനുള്ള എല്ലാ സംഭവം ഉണ്ടെന്ന് ഉറപ്പിക്കണം. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ ചാനലിൽ കൂടെ വരും, നിങ്ങൾക്ക് പ്രയോജനമാകുന്ന ഉറപ്പായിട്ടും. ഓക്കെ, എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ പരിചയക്കാർ ഒത്തിരി കുട്ടികളുണ്ട്, അതിലൂടെ നമ്മുടെ ക്ലാസ് തരുന്നത് നമ്മളൊരു വെറൈറ്റി ക്ലാസ്സുകളൊക്കെ ആയിരിക്കും എപ്പോഴും തരുന്നത് കേട്ടോ. അടിപൊളി ക്വസ്റ്റ്യൻസുകൾ, സിമ്പിൾ മെത്തേഡ്സ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകളായിരിക്കും. നിങ്ങൾ നന്നായിട്ട് എക്സാമിന്റെ ഡേ വരെ, അന്ന് മോർണിംഗ് വരെ നമ്മുടെ ക്ലാസ് കിട്ടും കേട്ടോ. അതുകൊണ്ട് എല്ലാവർക്കും നല്ല പ്രയോജനപ്പെടുന്ന ക്ലാസ്സുകൾ തരും. എല്ലാവരും ഒന്നുകൂടെ എല്ലാവരും എനർജറ്റിക് ആകാൻ ശ്രമിക്കുക, പഠിക്കാൻ നന്നായിട്ട് മനസ്സുണ്ടാവട്ടെ. എല്ലാവർക്കും വീട്ടുകാരോടൊക്കെ നന്നായിട്ട് പെരുമാറുക, വീട്ടുകാരായിട്ടൊന്നും ഒരു പ്രോബ്ലം ഉണ്ടാക്കല്ലേ. എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ കൂടെ ഒരു മനസ്സിന് വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യം ഉണ്ടാകരുത് കേട്ടല്ലോ. എല്ലാവർക്കും ഒന്നുകൂടെ ഞാൻ ബെസ്റ്റ് വിഷസ് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.